പഴുത്ത മാങ്ങ മിക്സിയിലിട്ട് അരച്ചെടുത്തതിനാണ് പ്യൂരി എന്ന് പറയും. അതും ഈ സംഭവങ്ങളൊക്കെ കൂടി മിക്സ് ആയിട്ടൊരു ക്രിസ്പി കം ആ ഒരു മാംഗോ പ്യൂരിയുടെയും ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ കലർന്ന് മിക്സ് ആയിട്ട് വരുന്ന ഒരു അടിപൊളി ഒരു ഡെസേർട്ട്, വളരെ ഈസി ആയിട്ടുള്ള ഡെസേർട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിനകത്ത് എക്സ്ട്രാ ഷുഗറോ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. ഫ്രഷ് ക്രീമിലുള്ള സ്വീറ്റ്നെസ്സും മാംഗോയിലുള്ള സ്വീറ്റ്നെസ്സും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ കോൺഫ്ലേക്സ് ആണ്. കോൺഫ്ലേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ബട്ടറിനകത്തൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നമ്മൾ പെപ്പർ പൗഡർ ഇട്ടിട്ട് ആ ഒരു കോൺഫ്ലേക്സിൽ ബട്ടറിൽ ക്രിസ്പായിട്ട് നമ്മൾ കുറച്ച് പെപ്പർ ഇടുമ്പോൾ ഒരു വേറെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതും ഇതും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്നത് ഇറ്റ് വിൽ ബി എ ഗുഡ് ഡെസേർട്ട്. നല്ലൊരു അടിപൊളി ഡെസേർട്ട് ആയിരിക്കും. വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ നോക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് താമസിക്കാണ്ട് വേഗം സ്റ്റാർട്ട് ചെയ്യാം. മാംഗോ പ്യൂരി 3 വലിയ മാങ്ങ ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുത്ത മാംഗോ പ്യൂരിയാണ്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തതാണ്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുക. നെക്സ്റ്റ് ഞാൻ ഒരു മാംഗോ കട്ട് ചെയ്ത് ക്യൂബ് ആക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ മാംഗോ പ്യൂരിയിലോട്ടേക്ക് ഇതിൻ്റെ കുറച്ച് മാംഗോ പീസസ് കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം, കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. കുറച്ച് മാംഗോ പീസസ് ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ബട്ടർ ഒഴിച്ചിട്ട് കോൺഫ്ലേക്സ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് ഒരു ചെറിയൊരു സ്പൂൺ പെപ്പർ പൗഡർ. അപ്പോൾ നമ്മുടെ കോൺഫ്ലേക്സ് ഇവിടെ റെഡിയായി. നമ്മളത് കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്രിസ്പിനെസ് നല്ല സൗണ്ട് കേൾക്കും. കാണിച്ചത് ആ ഒരു സൗണ്ട് കേൾക്കണം. അതുവരെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം നമ്മൾ നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ടേക്ക് നമ്മൾ പ്യൂരി ആക്കി മാംഗോ കട്ടൊക്കെ ആഡ് ചെയ്ത് വെച്ചാൽ മാംഗോ പ്യൂരിയിൽ അത് അതിനകത്തോട്ടേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ കോൺഫ്ലേക്സ് അതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുക. സോ വിപ്പിംഗ് ക്രീം ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഉണ്ട്. ഇനി നമ്മൾ നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അതൊന്ന് സ്റ്റെബിലൈസ് ആയിട്ട് കുറേ നേരം നിൽക്കാനായിട്ടാണ്, പെട്ടെന്ന് അലിഞ്ഞ് പോകാണ്ടിരിക്കാനാണ് നമ്മൾ കോൺഫ്ലോർ ഇടുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മാംഗോ പ്യൂരി ഇതിനകത്തോട്ടേക്ക് ആഡ് ചെയ്യാൻ പോകും. ഫുൾ ആഡ് ചെയ്യേണ്ട, ഹാഫ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഈ കോൺഫ്ലേക്സിനകത്തോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഫുൾ ആഡ് ചെയ്തത് കുറച്ച് മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മുടെ കോൺഫ്ലേക്സ് റെഡിയായി. കോൺഫ്ലേക്സ്, വിപ്പിംഗ് ക്രീം, മാംഗോ ആ ഒരു മിക്സ് റെഡിയായി. എക്സ്ട്രാ നമ്മൾ മാംഗോ പ്യൂരി മാറ്റി വെച്ചിട്ടുണ്ട്. മാംഗോ പ്യൂരി നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, അതുണ്ട്. കുറച്ച് മാംഗോ കട്ട്സ് ഉണ്ട്, കുറച്ച് കോൺഫ്ലേക്സ് ഉണ്ട്, എല്ലാം റെഡി. ഇനി നമുക്ക് നമ്മൾ ഇതിനകത്തോട്ടേക്കാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇവിടെ കുറച്ച് 4 ഐസ്ക്രീം ബൗൾസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ ഓരോന്ന് ഒഴിച്ചിട്ട് അസംബിൾ ചെയ്യുക. അതെ.